എന്തുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിലൊരു നിലപാടെടുത്ത്, അതായത് പൊതുസമൂഹം വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് അവർ വരാൻ കാരണം എന്തായിരിക്കാം? അല്ല, അത് മറ്റൊരു സംഘടനയെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവരുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ സംവിധാനമൊന്നും അല്ലല്ലോ അവരുടേത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു സംഘടനാ സംവിധാനവും മറ്റുള്ളവരോട് വളരെ തുറസായ ഒരു ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തി ഒരാളത് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ കുറേ അങ്ങനെ ഒരു രീതി അല്ലല്ലോ അവരുടേത്. ഇപ്പോൾ സെക്രട്ടറി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ കണ്ടു അതിൻ്റെ മറ്റൊരു ഭാരവാഹി മറ്റൊരു വിൻഡോയിൽ വന്ന് സംസാരിക്കുന്നത്, മറ്റൊരു സ്ഥലത്ത്. അത് ഒരിക്കലും ഒരു സംഘടനാ രീതിയല്ലല്ലോ അത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സംഘടനയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ പലരും അഭിപ്രായപ്പെട്ട പോലെ അതൊരു ട്രേഡ് യൂണിയൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അമ്മയ്ക്ക് ട്രേഡ് യൂണിയൻ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് യൂണിയൻ എന്ന് തന്നെയല്ല ഞാൻ പറഞ്ഞത്, ഒരു നിശ്ചിതമായ സംഘടനാ സ്വഭാവമേ അമ്മയ്ക്കില്ല. അത്തരത്തിലുള്ളൊരു സംഘടനാ സ്വഭാവമോ അതിൻ്റെ വഴക്കമോ അതിൻ്റെ പരിചയമോ നടത്തിപ്പോ ഒന്നും ആ സംഘടനയ്ക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ വളരെ പരിമിതമായ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ആ കൂട്ടായ്മ എന്നാണ് അവർ പറയുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള നമ്മൾ പൊതുസമൂഹത്തോട് സംവദിക്കേണ്ട ഗൗരവമേറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ളൊരു ലൂസ് സ്ട്രക്ചർ അവർക്ക് ബാധ്യതയാവുന്നുണ്ട്. ഇപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി ഈ ഒരു വിഷയത്തിൽ രാജിവെക്കേണ്ടി വന്നു. പിന്നീടുള്ളത് അമ്മ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ പ്രതികരിച്ചുള്ള ഒരു വഴക്കം കുറവ് അതിന് കാരണമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം അങ്ങനെ ഒരു സംഘടനാപരമായിട്ടുള്ള തഴക്കമോ വഴക്കമോ ഉള്ള ആളല്ല. ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തോട് അനവധി ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. അതിനെക്കുറിച്ച് ഞാനോ നിങ്ങളോ സംസാരിച്ചിട്ടോ വേവലാതിപ്പെട്ടിട്ടോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടൊരു സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ധർമ്മം പൊതുസമൂഹവും ഒക്കെ പ്രതീക്ഷിക്കുന്ന വിധം നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ ഒരു രാജിയിലേക്ക് എത്തുന്നത്. ആ സത്യസന്ധതയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പം അമ്മ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമ്മ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെക്കാതെ കുറച്ച് പേർ മാത്രമാണ് ആരോപണ വിധേയരായിരിക്കുന്നത്. മറ്റൊരു മറുകൃതി ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നത് ശ്രീ മോഹൻലാലിനെ പോലെയുള്ള ഒരു പ്രസിഡന്റ് അദ്ദേഹം രാജിവെക്കാനായിട്ടുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ തനിച്ച് രാജിവെച്ച് പോകാൻ അനുവദിക്കേണ്ടതില്ല എന്നുള്ള ഒരു തോന്നലിലാവാം ബാക്കിയുള്ളവർ രാജിവെച്ചത്. അപ്പോൾ അതിനകത്ത് രാജി വെക്കണോ എന്നൊക്കെ സംശയിച്ച ആളുകളും ഉണ്ടാവാം. പക്ഷേ ഇതിൽ കൂടുതലൊക്കെ ഫെഫ്ക ജനറൽ സെക്രട്ടറി എന്നല്ലേ ഞാൻ അമ്മയെക്കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. ആയിക്കോട്ടെ, അമ്മയിലൊരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. താങ്കൾ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്, ട്രേഡ് യൂണിയൻ മേഖലയിലുള്ള ആളാണ്. മലയാള സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ? അല്ല, പവർ ഗ്രൂപ്പ് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ചിലപ്പോൾ മൊഴിയായോ നിഗമനമായോ നമുക്ക് വ്യക്തതയില്ല. മറ്റ് ചിലപ്പോൾ ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടൊക്കെ പവർ ഗ്രൂപ്പ് കടന്നു വരുന്നുണ്ട്. സിനിമയിൽ എക്കാലത്തും എനിക്കൊന്ന് വളരെ ശക്തമായിട്ടുള്ള അലയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് വിജയ ചിത്രങ്ങൾ മാത്രം, വലിയ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസസ് നമുക്കുണ്ട്, എക്കാലത്തും ഉണ്ട്. അവർക്ക് വേണ്ടി മാത്രം സിനിമകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് തുടരെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്ന സംവിധായകർ, എഴുത്തുകാർ, നടന്മാർ, സൂപ്പർ താരങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പം നാച്ചുറലി ആ ഒരു എന്താ പറയുക സംവിധാനത്തിനുള്ളിലായിരിക്കും കൂടുതൽ വലിയ ചിത്രങ്ങൾ നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അവരോട് അലൈൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാര്യം അവർക്ക് അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മുതൽ മുടക്കുമായിട്ട് ബന്ധപ്പെട്ട, വിപണിയുമായിട്ട് ബന്ധപ്പെട്ട ശക്തമായ അലയൻസുകൾ മലയാളത്തിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഡിനൈ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ വിവിധ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ ഒരുമിച്ച് ഒരു അലയൻസായി മാറുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം, അത് അത്രത്തോളം സാധ്യമല്ല. കാരണം അത്രത്തോളം വ്യത്യസ്തമായ താല്പര്യങ്ങളാണ് ഈ സംഘടനാ സംവിധാനങ്ങൾക്കെല്ലാം ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ 2008 മുതൽ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ 5 തവണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനായിട്ട് വേതന കരാർ ഒപ്പുവെച്ചവരാണ്. അപ്പോൾ അതിൽ 3ാമത്തെ കരാർ ഒപ്പുവെച്ചപ്പോൾ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ടായി. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഞങ്ങൾ തമ്മിൽ ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ടായപ്പോൾ പ്രധാനപ്പെട്ട നടന്മാരും അതുപോലുള്ള ആളുകൾ, അവർക്ക് പ്രൊഡക്ഷൻ ഹൗസസ് ഉള്ളവരാണ്, അവർ ഞങ്ങളോട് വളരെ കൃത്യമായിട്ട് അകലം പാലിച്ചവരാണ്. പക്ഷെ അത് പരിഹരിക്കപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക, അങ്ങനെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ, ഇവരെല്ലാം തമ്മിൽ ഒരു രഹസ്യ ധാരണയായിട്ട് ഒരു അദൃശ്യ ലോബിയായിട്ട് നിന്നുകൊണ്ട്
എന്നും അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ ഇവാലുവേറ്റ് ചെയ്ത് ഇന്നയാളെ ഒഴിവാക്കണം, ഇങ്ങനെ അങ്ങനെ നമുക്ക് ഇൻഡസ്ട്രി വർക്ക് ചെയ്യാനേ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 21 യൂണിയനുകളുടെ ഫെഡറേഷനാണ് ഫെഫ്ക. 21 യൂണിയനുകൾ ട്രേഡ് യൂണിയനുകളാണ്. ആ യൂണിയനുകളുടെ അഭിപ്രായം കേൾക്കാതെ ഫെഫ്ക ജനറൽ സെക്രട്ടറിക്ക് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ല, ഒരു വാചകം പോലും സംസാരിക്കാനും സാധിക്കില്ല.